നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10 വർഷം ഇടതുപക്ഷ സർക്കാർ ഭരിച്ചു നമ്മുടെ ഖജനാവിനെ കുട്ടിച്ചോറാക്കി. അവിടെ ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഓരോ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ ദില്ലിയിൽ നിന്നും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലേക്ക് ഫണ്ടുകൾ കൊടുക്കുമ്പോൾ അവരുടെ ഒരു വിശ്വാസമുണ്ട്, അത് സംസ്ഥാന സർക്കാർ, അതായത് ഇടതുപക്ഷ സർക്കാർ അത് നല്ല രീതിയിൽ വിനിയോഗിക്കും, ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകുന്ന ഒരു രീതിയിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഒരു വലിയൊരു പരിശോധന അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കൊടുക്കുന്ന ഫണ്ടുകളെല്ലാം സംസ്ഥാന സർക്കാർ സ്വന്തം പേരിലേക്ക് വകമാറ്റി ചെലവാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പദ്ധതിയിലേക്ക് വകമാറ്റി ചെലവാക്കുന്നു. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര ഫണ്ടുകളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അടിച്ചു മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി മാധ്യമപ്രവർത്തകർ ധനമന്ത്രി ബാലഗോപാലിനോട് ചോദിച്ചാൽ ബാലഗോപാൽ പറയുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് ഒരു തരത്തിലുമുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തികം അല്ലെങ്കിൽ കേരളത്തിന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, നമുക്ക് ഒരു തരത്തിലുമുള്ള പൈസയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാരും നിർമ്മല സീതാരാമനും ഒക്കെ നമ്മുടെ കേരളത്തെ ഞെക്കിപ്പിഴിയുന്നു, നമ്മളോട് എന്തൊക്കെ ദേഷ്യം കാണിക്കുന്നു എന്നൊക്കെ. ഒരു ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫണ്ട് എന്തിനൊക്കെ ചെലവാക്കി, ഏതിനൊക്കെ ചെലവാക്കി എന്നതിന്റെ കൃത്യമായ റിപ്പോർട്ട് ചോദിക്കുമ്പോഴാണ് ഇതുപോലെ കേന്ദ്ര സർക്കാരിന് നമ്മളെ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതോടുകൂടി അനാവശ്യമായ രീതിയിൽ ഓരോ പ്രൈവറ്റ് സ്ഥാപനങ്ങളും, അതായത് കിഫ്ബി പോലെയുള്ള നോൺ ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പടുത്തപ്പോൾ തന്നെ നമ്മുടെ കേന്ദ്രത്തിന്റെ ഒരു കണ്ണ് കേരളത്തിലേക്ക് ഉണ്ടായിരുന്നു. അതായത് കേരളത്തിന്റെ സമ്പദ്ഘടന അപ്പാടെ തകർന്ന് തരിപ്പണമാവുന്നു എന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ എല്ലാത്തിലും ഇപ്പോൾ കത്തിരിക വെച്ചിരിക്കുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പും സാമ്പത്തിക വർഷാവസാനവും അടുത്തിരിക്കെ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂ ഇയർ അടുക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് പെൻഷനും അതോടൊപ്പം തന്നെ ശമ്പളവും കിട്ടുമോ എന്ന കാര്യം ഇനി ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ പറ്റൂ. കാരണം കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നൊരവസ്ഥയിലേക്കാണ്. പതിവായി മുണ്ട് മുറുക്കി കൊടുക്കുന്ന പിണറായി സർക്കാരിന് ഇടുത്തിയായി കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധിയിൽ വൻ വെട്ടിക്കുറവാണ് വരുത്തിയത്. പിണറായി സർക്കാർ ജനങ്ങളോട് പറയും നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കുക എന്ന്. പക്ഷേ പിണറായി സർക്കാരും പിണറായിയുടെ കിങ്കരന്മാരുമെല്ലാം മുണ്ട് മുറുക്കി കൊടുക്കാറില്ല. അവർ തോന്നുന്ന രീതിയിൽ ലക്ഷങ്ങളാണ് ചെലവഴിച്ച് കേരളത്തെ കടക്കണിയിലേക്ക് തള്ളിവിട്ടത്. ഇനിയുള്ള 3 മാസത്തേക്ക് കടമെടുക്കാൻ ബാക്കി ഉണ്ടാവുക 12,516 കോടി രൂപയിൽ നിന്ന് 5,944 കോടി രൂപ മാത്രമാണ് ഇനിയുള്ളത്. ഇതോടെ ട്രഷറി നടപടികൾ സ്തംഭിച്ച് ശമ്പളവും പെൻഷനും ക്ഷേമ പദ്ധതികളും മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് സംസ്ഥാനം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ഇനി 6,572 കോടി രൂപ മാത്രമാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുക. ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള സ്ഥാപനങ്ങൾ അധിക വായ്പ എടുത്താണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്ന കാരണം. ഈ സ്ഥാപനങ്ങൾ എടുത്ത വായ്പകളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ മൊത്തം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം കടുംപിടുത്തം കാണിക്കുന്നത്. കരാറുകാർക്ക് നൽകാനുള്ള 20,000 കോടി രൂപയുടെ കുടിശ്ശിക തീർക്കാൻ സർക്കാരിന് മാർഗമില്ല. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ട 15,000 കോടിയിലേറെ രൂപ എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ഒരു ചോദ്യമാണ് ഇപ്പോൾ കേരള ധനവകുപ്പ് തന്നെ ചോദിക്കുന്നത്. 2,000 രൂപയായി വർദ്ധിച്ച ക്ഷേമ പെൻഷൻ നൽകുന്നതും കടുത്ത പ്രതിസന്ധിയിലാണ്. ആദ്യമേ തന്നെ കിഫ്ബിയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇത് തുടങ്ങരുത്, ഇത് വലിയൊരു പ്രശ്നമായി മാറുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇടങ്കോലിട്ട് വന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസകാണ്. അതോടെ ഓഡിറ്റ് റിപ്പോർട്ടും, അതായത് ഓഡിറ്റർ ജനറലും പറഞ്ഞു കിഫ്ബിയൊക്കെ വലിയ രീതിയിലൊരു തലവേദന, അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ രീതിയിൽ സംസ്ഥാനത്തിന് ഒരു തലവേദന ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു പ്രയോജനവുമില്ലാത്ത ഒരു സ്ഥാപനമാണ് കിഫ്ബി എന്നൊക്കെ പറഞ്ഞപ്പോഴും സംസ്ഥാന സർക്കാർ അത് ചെവിക്കൊണ്ടില്ല. അതോടുകൂടിയാണ് കേന്ദ്രം തന്നെ അവിടെ കത്രിക വെച്ചത്. സംസ്ഥാന ഗ്യാരണ്ടി നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ വായ്പകൾക്കായി ഒരു കരുതൽ ഫണ്ട് രൂപീകരിക്കുന്നതിലും കേന്ദ്രം കടുംപിടുത്തം തുടരുകയാണ്. ആകെ ഗ്യാരണ്ടി നിൽക്കുന്ന തുകയുടെ 2.5% ഒറ്റയടിക്ക് ഫണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശം. ഇത് ഘട്ടം ഘട്ടമായി ചെയ്യാമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളിയതോടെ നേരത്തെ തടഞ്ഞു വെച്ച 3,300 കോടി രൂപ അനുവദിക്കുമെന്ന പ്രതീക്ഷയും ആ സ്ഥാനത്തായി. സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ ധനമന്ത്രി KS ബാലഗോപാൽ ആഞ്ഞടിച്ച് രംഗത്ത് വന്നുവെങ്കിലും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി പരിങ്ങലിലാക്കുന്ന തെറ്റായ സാമ്പത്തിക നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് ബാലഗോപാൽ പറയുന്നത്. 30 വർഷത്തെ കണക്ക് നോക്കിയാൽ സംസ്ഥാനത്തെ കടം വർദ്ധിച്ചതായി കാണാം. ഇത് പ്രതികാരപരവും ശ്വാസം മുട്ടിക്കുന്നതുമായ നിലപാടാണ്. പക്ഷേ ഓരോ ഫണ്ടുകൾ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബാലഗോപാൽ പറയും കേന്ദ്രം നമ്മളെ ഞെക്കിപ്പിഴിയുന്നു, കേന്ദ്രം നമ്മളോട് ദേഷ്യം കാണിക്കുന്നു എന്ന്.
ഇപ്പോൾ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളുടെയും തലയിൽ 1 ലക്ഷത്തിൽ പരം കടങ്ങളാണ് സംസ്ഥാന സർക്കാർ വച്ചു കൊടുക്കുന്നത്. ദൂരത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് പുതിയ ആഡംബര കാറുകൾ വാങ്ങുന്നത്. കോടികൾ മുടക്കി ഹെലികോപ്റ്ററുകൾ അവിടെ വെയിലത്ത് കിടക്കുന്നുമുണ്ട്. സ്വന്തം രീതിയിൽ ഇഷ്ടപ്രകാരം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ബാലഗോപാലും പിണറായി വിജയനും ഇറങ്ങി തിരിച്ചപ്പോഴാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തന്നെ അവിടെ ഒരു കടുംപിടുത്തമുണ്ടാക്കിയത്. ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ വിലക്കയറ്റത്തിലേക്കും അല്ലെങ്കിൽ വലിയൊരു കടത്തിന്റെ ഇതിലേക്കും പൊറുതിമുട്ടി പോകുമെന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലായി. ഇനി സംസ്ഥാന സർക്കാർ ഓരോ രൂപ ചെലവാക്കണമെങ്കിലും അതിന് കേന്ദ്രം പറയണം.